സതീദേവിയുടെ കത്തിക്കരിഞ്ഞ മൃതശരീരത്തെ ഭഗവാൻ വിഷ്ണുവിന്റെ സുദർശന ചക്രം 52 പീസുകളാക്കിയപ്പോൾ ഇത് അഖണ്ഡ ഭാരതത്തിലെ 52 സ്ഥലങ്ങളിൽ ചെന്ന് പതിച്ചു എന്നും അത് 52 ദേവീ ക്ഷേത്രങ്ങളായി മാറിയെന്നും ശക്തിപീഠങ്ങളായി മാറിയെന്നും പറയുമ്പോൾ അതിലൊരു ഭാഗം പതിച്ചതാണ് കന്യാകുമാരി, മറ്റൊന്നങ്ങ് നേപ്പാളിലാണ്, ഒന്ന് നമ്മുടെ താലിബാന്റെ അഫ്ഗാനിസ്ഥാനിലുമുണ്ട്. 52 ശക്തിപീഠങ്ങളിൽ കന്യാകുമാരി ദേവി കൈലാസനാഥനെ തപസ്സു ചെയ്യുന്നു എന്ന് പറയുന്നതാണ് നമ്മുടെ മഹത്തായ സങ്കല്പം. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആദരണീയ അധ്യക്ഷൻ സംപൂജ്യ സ്വാമിജി, വേദിയിലും സദസ്സിലും സന്നിഹിതരായ പ്രിയ കുടുംബാംഗങ്ങളെ ഏവർക്കും സാദര നമസ്കാരം. ഭഗവത്ഗീത പഠിക്കണം, രാമായണം വായിക്കണം, ഭാഗവതം കേൾക്കണം എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഭാഗവത സപ്താഹ യജ്ഞം. 7 ദിവസം ഭഗവാന്റെ കഥകൾ അങ്ങനെ കേട്ട് ഭഗവാന്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചത് കാരാഗ്രഹത്തിലാണ്. അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടില്ല. ജനിച്ചുടൻ വസുദേവൻ കൂട്ടയിൽ ചുമന്ന് യമുനാ നദി കടന്ന് നന്ദനോദ്യാനത്തിലെത്തിച്ചു. യശോദ പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങോട്ടെടുത്തു, ഈ കുട്ടിയെ അവിടെ വെച്ചു. 6 മാസം പ്രായമുള്ള ഭഗവാനെ മുല കൊടുത്തു കൊല്ലുവാൻ വേണ്ടി പൂതന വന്നു. ഭഗവാൻ അവളെ മുല കുടിച്ചു കൊന്നു കളഞ്ഞു. അങ്ങനെ സംഭവബഹുലമായ വേടന്റെ അമ്പ് നിമിത്തമാക്കി ജീവിതകർമ്മങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ച ഭഗവാൻ വിഷ്ണുവിൽ ലയിച്ച് ചേരുന്നതുവരെയുള്ള ബഹുലമായ ഭഗവാന്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് സംപൂജ്യ സ്വാമിജികൾ, ഉദിചൈതന്യ സ്വാമിജികൾ ഭാഗവത യജ്ഞത്തിലൂടെ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ പതിറ്റാണ്ടുകളായിട്ട് കോർത്ത് ചേർത്ത് ഇണക്കി നിർത്തുന്നത്. ഇവിടെ സുകൃതം ഭാഗവത യജ്ഞസമിതി കഴിഞ്ഞ 13 വർഷമായിട്ട് എറണാകുളത്തിനും അതിനപ്പുറത്തും ഒരുപാട് സേവന മേഖലയിലൂടെ, ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മുടെ ഗവർണർ വന്ന ആ ചടങ്ങിൽ 101 പെൺകുട്ടികളുടെ വിവാഹം നടത്തുവാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അഭിനന്ദനീയമാണ്. നമ്മൾ പറയാറുണ്ട് ഭഗവാന്റെ രൂപം എങ്ങനെയാണ് എന്ന്. അപ്പോൾ വിഷ്ണു പുരാണം പറയുന്നുണ്ട്, വിഷ്ണു സഹസ്രനാമം പറയും, സഹസ്ര ശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. എൻ്റെ ഭഗവാൻ 1000 കൈയുണ്ട്, എൻ്റെ ഭഗവാൻ 1000 കണ്ണുണ്ട്, എൻ്റെ ഭഗവാൻ 1000 കാലുണ്ട്. അപ്പം ഭഗവാൻ ഒരു പ്രാകൃത രൂപിയാണോ? അല്ല. ലോകത്തിലെ എല്ലാ കൈകളും ഭഗവാന്റെ കൈകളാണ്, എല്ലാ കണ്ണുകളും ഭഗവാന്റെ കണ്ണുകളാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം നീ ആരുടെ കൈകളിലേക്കാണോ വെച്ചു കൊടുക്കുന്നത്, അത് ഭഗവാന്റെ കൈകളിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് എന്ന ഉദാത്തമായ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഈശ്വരൻ വസിക്കുന്നു എവിടെ? സർവചരാചരങ്ങളിലും. പഴുതാരയിലും പാമ്പിലും കീരിയിലും ചൊറിപ്പുഴുവിലും കുയ്യാനയിലും തത്വമസി നിന്നിലും. അഹം ബ്രഹ്മാസ്മി, അത് ഞാനുമാണ്. അണോരണീയാൻ, ഏറ്റവും ചെറുതിൽ ചെറുത് ഞാനാണ്. മഹതോ മഹീയാൻ, ഏറ്റവും വലുതിൽ വലുത് ഞാനാണ്. ആത്മാവിൻ്റെ രൂപത്തിൽ സർവ്വജീവജാലങ്ങളിലും ഞാനാണ്. അതുകൊണ്ട് ഞാൻ അദ്വൈതമാകുന്നു, ഏകമേവം അദ്വിതീയം ബ്രഹ്മ, ഞാൻ രണ്ടില്ലാത്ത ഒന്നാകുന്നു എന്ന പരമമായ തത്വത്തെ പ്രദാനം ചെയ്യുന്ന മഹത്തായ ഈ യജ്ഞവേദിയിൽ അല്പസമയം നിങ്ങൾക്കൊപ്പം ഒന്നിച്ചിരിക്കാൻ കഴിഞ്ഞത് വളരെ അനുഗ്രഹമാണ്. അധികായൻജി ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാമിയുടെ ആശ്രമത്തിൽ ധാരാളം പ്രോഗ്രാം സനാതന ധർമ്മപാഠശാല നടത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം മുന്നിൽ നിന്നുകൊണ്ട് സ്വാമിജിയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ക്ലാസ്സുകളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ അല്പസമയം ഭാരതം നമ്മുടെ മാതൃഭൂമി എന്ന വിഷയത്തെ അധികരിച്ച് ദേശഭക്തി ഗാനത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ എല്ലാം കയ്യിൽ ഈ ബുക്കുണ്ടോ? ഉള്ളവരൊന്ന് കൈവെക്കുമോ? ഇത് പിറകിലുണ്ട്, ആവശ്യമുള്ളവർ കൈ ഉയർത്തിയാൽ തരും. 158 ദേശഭക്തി ഗാനങ്ങളാണ്. ഞാൻ ഭാരതത്തിൽ ജനിച്ചു, മരിക്കുന്നതിന് മുമ്പ് ഭാരതത്തെക്കുറിച്ച് 10 പാട്ടുകളെങ്കിലും പാടിയിട്ട് വേണം ചുമരിൽ പടമായി മാറാൻ. ഞാൻ എൻ്റെ രാഷ്ട്രത്തിൽ ജനിച്ചു, ഈ മഹത്തായ സംസ്കാരത്തിൻ്റെ ഭാഗമായി ജീവിച്ചു. മരിച്ചതിന് ശേഷം ഭഗവാൻ ചോദിക്കും, നീ ഭാരതത്തിൽ ജനിച്ചിട്ടും ഭാരതത്തെക്കുറിച്ച് എന്തറിഞ്ഞു, എന്ത് പാടിയെന്ന്.
അപ്പം നമുക്ക് മറുപടി പറയാൻ കഴിയണം, ഭഗവാനെ എനിക്ക് ഈ പുസ്തകത്തിൽ നിന്ന് 158 ഗാനങ്ങളുണ്ട്, 10 എനിക്കറിയാം എന്ന് പറയുന്നവരായിട്ട് നമുക്ക് മാറാൻ കഴിയണം. നമ്മുടെ നാട്ടിൽ രാഷ്ട്രത്തെക്കുറിച്ച് പാട്ട് പാടിയാൽ വലിയ പ്രശ്നങ്ങളാണ്. വന്ദേ ഭാരത് ട്രെയിനിൽ വെച്ച് ഈ എറണാകുളം ജില്ലയിൽ വിദ്യാനികേതൻ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന് പാടിയപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പറയുകയാണ്, അങ്ങനെ പാടാൻ പാടില്ല, നിങ്ങളങ്ങനെ ഭാരതമാതാവിനെ ഒന്നും പൂജിക്കേണ്ട, നിങ്ങൾക്ക് ആടനെയും വേടനെയും ഒക്കെ അങ്ങോട്ട് പൂജിച്ചാൽ മതി എന്ന്. നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് നിറഞ്ഞ ദേശഭക്തിയെ, രാഷ്ട്രബോധത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണമെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് ദേശഭക്തിയുടെ ഒരു അലയൊലി ഉണ്ടാവണം. അതാണ് 2 മണിയോടുകൂടി 25ഓളം വിദ്യാർത്ഥികൾ ഇവിടെ അവതരിപ്പിക്കുന്ന പാഠശാലയുടെ കാര്യകർത്താവ് ശ്രീ വയലിൻ സന്തോഷി എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൽ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു വിരുന്നൊരുക്കിയിട്ടുണ്ട്. 2 മണി മുതൽ 3 മണി വരെ മക്കളുടെ പ്രോഗ്രാം. അതിനുശേഷം 1 മണിക്കൂർ സമയം രാമായണ പാരായണവും ശാസ്ത്രീയ നൃത്തങ്ങളും യോഗ ഡാൻസും ശ്രീരാമ പട്ടാഭിഷേകമൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടേ നിങ്ങൾ ഇവിടെ വിട്ട് പോകാൻ പാടുള്ളൂ എന്ന് സാദരം അഭ്യർത്ഥിക്കുകയാണ്. ആയതിനാൽ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് അല്പസമയം ചിന്തിക്കണം, രാഷ്ട്രത്തെക്കുറിച്ച് നമുക്ക് ഒന്നിച്ചു പാടണം. ഈ പുസ്തകത്തിൽ നമുക്ക് 158 ദേശഭക്തി ഗാനങ്ങളുണ്ട്. ഈ ഗാനങ്ങൾ ഓരോന്നും ഭാരത മാതാവിനോടുള്ള നമ്മുടെ ഹൃദയത്തിലെ ഭാഷയാണ് ഇതിലുള്ളത്. ഇതിൽ 35ാമത്തെ ഗാനത്തിലാണ് നമുക്ക് തുടങ്ങേണ്ടത്. ശതശതവന്ദനം ഋഷിനാടേ. ഈ നാട് ഋഷിമാരുടെ നാടാണ്. ഇവിടെയാണ് ഒരുപാട് ഋഷി പരമ്പര പിറന്നത്. അതുകൊണ്ടാണ് ലോകാരാധ്യനായ വിവേകാനന്ദ സ്വാമികൾ ചിക്കാഗോ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം 3 നന്ദികളാണ് ആദ്യം പറഞ്ഞത്. അതിൽ 1ാമത്തെ നന്ദി ഇതായിരുന്നു: ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു അതിപ്രാചീനമായ സന്യാസ പരമ്പരയ്ക്ക് വേണ്ടി. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു സകല മതങ്ങളുടെയും മാതാവായ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു സകല വിഭാഗങ്ങളിലും പെടുന്ന കോടിക്കണക്കിന് ഹിന്ദു ജനതയ്ക്ക് വേണ്ടി. ഈ 3 നന്ദികളോടുകൂടിയാണ് വിശ്വവിഖ്യാതമായ 1893 സെപ്റ്റംബർ 11 ചിക്കാഗോ സമ്മേളനത്തിൻ്റെ ആരംഭം കുറിച്ച അദ്ദേഹത്തിൻ്റെ ആമുഖ ഭാഷണം ഈ ലോകത്തിൻ്റെ നെറുകയിലേക്ക് വിവേകാനന്ദ സ്വാമികളെയും ഹൈന്ദവ ദർശനത്തെയും കൊണ്ടുചെന്നെത്തിക്കുവാൻ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ 100 വർഷം മുമ്പുള്ള ആ മഹാസമ്മേളനത്തിൽ അദ്ദേഹം ആദ്യം നന്ദി പറഞ്ഞത് നമ്മുടെ ഋഷി പരമ്പരയ്ക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഋഷി പരമ്പരയെ സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പര എന്ന് പറയുന്ന ആ ഗുരു പരമ്പരയെ സ്മരിക്കാതെ നമുക്ക് ഒരു യജ്ഞവും പൂർത്തീകരിക്കില്ല. അതുകൊണ്ട് ഗുരുവില്ലാത്ത ഒരു ചടങ്ങും നമുക്കില്ല എന്നറിയണം. അതുകൊണ്ട് ആ ഋഷി പരമ്പരയെ വണങ്ങിക്കൊണ്ട് നമുക്ക് നമ്മുടെ യജ്ഞത്തിലേക്ക് കടക്കാം. ശതശതവന്ദനം ഋഷിനാടേ സുഖദേ ശുഭദേ ജയദേ ജനമനഹിത ശുഭവരദേ ശതശതവന്ദനം ഋഷിനാടേ. നിൻപാദം കണി കാൺമാനാ നിൻകാൽ പൂമ്പൊടിയണിയാനാ ദിവ്യേസുരവരരക്ഷമരാ നിൽപ്പൂനടയിൽ യുഗയുഗമാ പുലരാൻ പുണ്യമുദിച്ചെങ്കിൽ ജീവൻ സാർത്ഥകമായെന്ന തപമവരനിശം ചെയ്തില്ലേ. ശതശതവന്ദനം ഋഷിനാടേ. മമ ജന്മാന്തര സുകൃതത്താൽ മാതാവേ നിൻമടിയിൽ ഞാൻ വന്നു പിറന്നു മാനവ
വന്ദേ തവ പദ സേവകനാ. വേണ്ട വേറൊരു മോക്ഷം മേ, വേണ്ട പരമൊരു സ്വർഗം മേ. മോക്ഷം നീയേ സ്വർഗം നീ, അഭയേ അമലേ അമിത ഫലേ. ശത ശത വന്ദനം ഋഷിനാടേ. സുഖദേ ശുഭദേ ജയദേ ജനമനഹിത ശുഭവരദേ. മമജന്മാന്തര സുഹൃതത്താൽ ഏതൊക്കെയോ ജന്മങ്ങളിൽ ചെയ്ത പൂർവ്വസൂരികളുടെ പുണ്യം കൊണ്ടാവാം ഈ മണ്ണിൽ മനുഷ്യനായി ജനിക്കുവാനും ജീവിക്കുവാനും എനിക്ക് അവസരം ലഭിച്ചതിൽ എനിക്കൊരു സ്വർഗത്തിൻ്റെയും ആവശ്യമില്ല. ഈ കഴിഞ്ഞ 11-ാം തീയതി ഡൽഹിയിൽ പൊട്ടിത്തെറിച്ചത് ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം പൊട്ടിത്തെറിച്ചത് നിശ്ചയമായിട്ടും സ്വർഗത്തിനു വേണ്ടിയായിരുന്നു. പട്ടിക്ക് വേണ്ടി സ്വർഗം ഉപേക്ഷിച്ച യുധിഷ്ഠിരൻ്റെ നാട്ടിലാണ് ജനനി ജന്മഭൂമി സ്വർഗാദപി ഗരീയസി എന്ന് ശ്രീരാമചന്ദ്ര മഹാദേവൻ പറഞ്ഞത്. ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന് ഉദ്ഘോഷിച്ച മണ്ണാണ് നമ്മുടെ മണ്ണ്. ഇനി നമുക്ക് ഇതിൽ 12-ാമത്തെ ഗാനം, ആവശ്യമുള്ളവർക്ക് ഈ പുസ്തകം വാങ്ങട്ടോ. ഈ ഗാനം ഏതാണ്? ഈ നാട് പ്രകൃതി തന്നെയാണ് ഈ നാടിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. 3 ഭാഗത്ത് സാഗരമാണ്, ഉപദ്വീപാണ്. ഒരു ഭാഗത്ത് ഹിമവാനാണ്. ഒരിക്കൽ വിന്ധ്യനും ഹിമവാനും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായി. ആരുടെ കൊടുമുടിയാണ് ഏറ്റവും വലുത് എന്ന്. ഭാരതത്തിൻ്റെ മധ്യഭാഗത്തുള്ള വിന്ധ്യൻ തൻ്റെ കൊടുമുടിയെ ഉയർത്തിയപ്പോൾ ഭാരതം 2ആയി മുറിഞ്ഞുപോയി. ഭാരതം 2ആയി മുറിഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ ദേവഗണങ്ങൾ മുഴുവൻ കണ്ണുനീർ പൊഴിക്കാൻ തുടങ്ങി. ഈ വിശ്വത്തിന് മുഴുവൻ ശാന്തിയെ പ്രദാനം ചെയ്യേണ്ട ഭാരതമാതാവ് 2ആയി പകുത്തുപോകുന്നു. അതുകൊണ്ട് വിന്ധ്യനോട് പറയണം കൊടുമുടികളെ താഴ്ത്താൻ. പക്ഷെ വിന്ധ്യൻ അഹങ്കാരിയാണ്. ആര് പറഞ്ഞാൽ കേൾക്കും? ഗുരുനാഥൻ പറഞ്ഞാൽ കേൾക്കും. ആരാണ് ഗുരു? അഗസ്ത്യമുനിയാണ് ഗുരു. ഗുരു എവിടെയാണ്? ഹിമാലയത്തിൽ തപസ്സിലാണ് ഗുരുനാഥൻ. അങ്ങനെ ദേവഗണങ്ങൾ മുഴുവൻ അഗസ്ത്യമുനിയുടെ പാദങ്ങളിൽ ചെന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ ശിഷ്യൻ ഇതാ അക്രമം കാണിക്കുന്നു, ഭാരതം 2ആയി വിഭജിച്ചു പോവുകയാണ്, അതുകൊണ്ട് അങ്ങൊന്നു പറയണം. അങ്ങനെ ഹിമാലയത്തിൽ നിന്നൊരു കമണ്ടലുവിൽ ഒരു നദിയെ വാരിയെടുത്തുകൊണ്ട് അദ്ദേഹം യാത്ര തുടർന്നു. ഗുരുനാഥൻ വരുന്നത് കണ്ടപ്പോൾ വിന്ധ്യൻ കൊടുമുടികളെ താഴ്ത്തിക്കൊണ്ട് ഗുരുവിനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഗുരു പറഞ്ഞു, വിന്ധ്യ, ഞാൻ വരുന്നത് വരെ നീ ഇതേ പൊസിഷനിൽ ഇരുന്നു കൊള്ളണം. ഇനി ഈ കൊടുമുടി നീ ഉയർത്താൻ പാടില്ല. അങ്ങനെ നേരെ അഗസ്ത്യകൂടത്തിൽ വന്നു. അവിടെ തപസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കമണ്ടലുവിലുണ്ടായ നദിയെ ഗണപതി മൈനയുടെ രൂപത്തിൽ വന്ന് തട്ടിമറിക്കുകയും ആ നദി ഒഴുകി കാവേരി നദിയാവുകയും ചെയ്തു. ഹിമാലയത്തിൽ നിന്ന് കാവേരിയെ കൊണ്ടുവന്നു കർണാടകയിൽ പ്രതിഷ്ഠിച്ചു എന്ന് പറയുമ്പോൾ സപ്തനദികളുടെ ജലത്തെ ആവാഹിച്ചുകൊണ്ട് എറണാകുളത്തപ്പനെയും ഗുരുവായൂരപ്പനെയും കുളിപ്പിച്ചിട്ടാണ് രാവിലെ പ്രഭാതകർമ്മം തുടങ്ങുന്നത് എങ്കിൽ നമ്മളും കുളിക്കുന്നത് അങ്ങനെയാണ്. ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് പറയുമ്പോൾ സപ്തനദികൾ ഗംഗയെയും സരസ്വതിയെയും യമുനയെയും എല്ലാം ആവാഹിച്ച് എൻ്റെ ആ ചെറിയ ബക്കറ്റിലേക്ക് കൊണ്ടുവന്ന് ഞാൻ കുളിക്കുന്നു എന്ന ഉദാത്തമായ സങ്കല്പത്തിലാണ് ഈ പ്രകൃതി തന്നെ, ദൈവങ്ങൾ തന്നെ കോട്ടകെട്ടിയതാണ് എൻ്റെ ഭാരതം. 3 ഭാഗത്ത് സാഗരമുണ്ട് എനിക്ക്, ഒരു ഭാഗത്ത് ഹിമവാനുണ്ടെങ്കിൽ ഈ ഗാനത്തിൽ പറയുകയാണ്, ആദിദേവതയാണു നീ പാരിനാശ്രയദായിനി, സർഗ സംസ്ഥിതി ലയനകാരിണി മൂലരൂപിണി മോഹിനി, കാലദേശ ഗുണാതിവർത്തിനി എങ്കിലും കരുണാമയി, ഭക്തപോഷിണി ദുഷ്ടശോഷിണി ഭാരതാവനിയായിനി.
ദേവി നിൻ പരിരക്ഷണത്തിനു കോട്ട കെട്ടിയ ദേവകൾ ഗഗന ചുംബി ഹിമാലയത്തിൽ കുടിയിരുത്തി മഹേശനെ. ഒരു ഭാഗത്ത് കോട്ട കെട്ടി, ആ കോട്ടയ്ക്ക് മുകളിൽ മഹാദേവനെ കുടിയിരുത്തി എന്നതാണ് സങ്കല്പം. കൈലാസം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ വടക്കു ഭാഗത്താണ്. കന്യാകുമാരി ദേവി തപസ് ചെയ്യുന്നത് കൈലാസനാഥനെയാണ്. 52 ശക്തിപീഠങ്ങളുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. സതീദേവിയുടെ കത്തിക്കരിഞ്ഞ മൃതശരീരത്തെ ഭഗവാൻ വിഷ്ണുവിൻ്റെ സുദർശന ചക്രം 52 പീസുകളാക്കിയപ്പോൾ ഇത് ഭാരതത്തിലെ അഖണ്ഡ ഭാരതത്തിലെ 52 സ്ഥലങ്ങളിൽ ചെന്ന് പതിച്ചു എന്നും അത് 52 ദേവീ ക്ഷേത്രങ്ങളായി മാറിയെന്നും ശക്തിപീഠങ്ങളായി മാറിയെന്നും പറയുമ്പോൾ അതിലൊരു ഭാഗം പതിച്ചതാണ് കന്യാകുമാരി, മറ്റൊന്നങ്ങ് നേപ്പാളിലാണ്, ഒന്ന് നമ്മുടെ താലിബാന്റെ അഫ്ഗാനിസ്ഥാനിലുമുണ്ട്. 52 ശക്തിപീഠങ്ങളിൽ കന്യാകുമാരി ദേവി കൈലാസനാഥനെ തപസ്സു ചെയ്യുന്നു എന്ന് പറയുന്നതാണ് നമ്മുടെ മഹത്തായ സങ്കല്പം. അതുകൊണ്ടാണ് കൈലാസത്തെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? നമ്മുടെ ഇതിൽ 16ാമത്തെ ഗാനം ഇങ്ങനെ പറയുന്നുണ്ട്: കൈലാസം വേറു ഒരു മലയല്ല, കൈവല്യത്തിൻ വെൺകൽ പ്രതിമ, അതിലതിവാസം ചെയ്വൂ ശിവനും ആദിശക്തിയാം പാർവതിയും, അതിലമരുമ്പോൾ നീലകണ്ഠനിൽ കാളകൂടവും അമൃതായി. ജയ ജയ ഭാരത മാതാവേ, ജയ 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 ഭാരത ഭൂമാതേ. നിശ്ചലമായൊരു ജഡമല്ല നീ, നിശ്ചേതനമാം ധരയല്ല, മഞ്ഞും മലയും മരുഭൂമികളും തിങ്ങും വെറുമൊരു കരയല്ല, ചൈതന്യത്തിൻ പ്രസ്ഫുരണം നീ, ആദിശക്തി നീ മമതായേ. ഭാരതത്തെക്കുറിച്ച് പറയുന്നത് നിശ്ചലമായൊരു ജഡമല്ല നീ, നിശ്ചേതനമാം ധരയല്ല, മഞ്ഞും മലയും മരുഭൂമികളും തിങ്ങും വെറുമൊരു കരയല്ല. നമുക്ക് ഈ മണ്ണ് വെറുമൊരു ഭൂമിയല്ല. മാതാഭൂമി പുത്രോഹം പൃഥിവ്യ. ഈ മണ്ണിൻ്റെ അമ്മയാണ് ഞാൻ, ഈ മണ്ണിൻ്റെ മകനാണ്. സംരക്ഷിക്കപ്പെടേണ്ട സകലതിനെയും അമ്മയുടെ രൂപത്തിൽ കണ്ടവരാണ് നമ്മൾ ഹിന്ദുക്കൾ. വെള്ളം കിട്ടാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും ഹിന്ദുക്കൾ അമ്മയായി കണ്ടു. കടലിനെ കടലമ്മ എന്ന് വിളിച്ചു, ഗംഗയെ ഗംഗാ മാതാവ് എന്ന് വിളിച്ചു. നാം ജനിച്ചതും ജീവിക്കുന്നതും മരിച്ചാൽ ചേരുന്നതും ഈ മണ്ണിലായതുകൊണ്ട് ഈ മണ്ണിനെ നാം അമ്മയായി കണ്ടു. അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം കുടിച്ചു വളർന്ന പാല് പശുവിൻ്റെതായതുകൊണ്ട് ഭാരതം ഗോവിന് അമ്മയുടെ സ്ഥാനത്തെ നൽകി. ലോകത്തിലെ ഉദാത്തമായ ഭാവമാണ് അമ്മ. സ്ത്രീകൾക്ക് അനേക ഭാവങ്ങളുണ്ട്. അവൾ കാമുകിയാണ്, കൂട്ടുകാരിയാണ്, ഭാര്യയാണ്, സഹോദരിയാണ്, മകളാണ്. പക്ഷേ ഏറ്റവും ഉദാത്തമായ ഭാവമാണ് അമ്മ. അതുകൊണ്ട് VS ഖണ്ഡേക്കർ അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്: 1000 നദികൾ ഒഴുകിച്ചേർന്നാലും വേലിയേറ്റങ്ങളില്ലാതെ എല്ലാം തന്നിൽ തന്നെ ഒതുക്കുന്ന മഹാസമുദ്രങ്ങളെ പോലെയാകുന്നു അമ്മ. എത്ര വലിയ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായാലും എല്ലാം തന്നിൽ തന്നെ ഒതുക്കുന്ന, ഒട്ടും തുളുമ്പാത്ത പരമമായ സഹനശക്തിയുടെ അവതാരമായി നിലകൊള്ളുന്നവൾ ആരോ, അവൾ അമ്മ. മലമൂത്ര വിസർജാദികൾ കൊണ്ട് നാം അഭിഷേകം ചെയ്തപ്പോഴും മധുസമാന മനോഭാവ വൃത്തിയോടുകൂടി നമ്മെ പരിചരിച്ചവൾ അമ്മ. 10 മാസം നമ്മയെല്ലാം ധരിച്ച ധരിത്രിയാണവൾ, ജനിപ്പിച്ച ജനനിയാണവൾ. അതുകൊണ്ട് ജനിച്ച നാടും പെറ്റ അമ്മയും നമുക്ക് സ്വർഗത്തേക്കാൾ മഹത്തരമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു ഈ ഗാനത്തിലൂടെ. 31ാമത്തെ ഗാനത്തിലേക്ക് വരുമ്പോൾ ഈ രാഷ്ട്രത്തെക്കുറിച്ചുള്ള എൻ്റെ രാഷ്ട്രം എന്തായി തീരണമെന്ന് പറയുന്നതാണ് 31ാമത്തെ ഗാനം.
അമരമാകണമെൻ്റെ രാഷ്ട്രം വിശ്വവിശ്രുതി നേടണം. നിഖില വൈഭവ പൂർണ്ണമാകണം എവിടെയും ജനജീവിതം. അരുതനീതികളാർത്തരറിയരു സമ്പദുഃഖമൊരൽപ്പവും വിശ്വശാന്തി വളർത്തുവാനവൾ ശക്തിശാലിനിയാകണം. ശ്രീ സരസ്വതി തന്നുപാസന ധർമ്മമാക്കിയ ഭൂമിയിൽ അജ്ഞതാതിമിരം പടർന്നു കിടപ്പതെന്തു വിപര്യം. സ്വാർത്ഥഭാവന എന്തുകൊണ്ടീ യജ്ഞഭൂവിലുയർന്നിടാ. ഇവിടയല്ലി പിറന്നു പണ്ടേ ത്യാഗശീലന കിഞ്ചല. എൻ്റെ രാഷ്ട്രം അമരമാകണം, വിശ്വവിശ്രുതി നേടണം, എവിടെയും ജനജീവിതം സ്വസ്ഥമായിരിക്കണം. നമ്മുടെ പ്രധാനമന്ത്രി പറയാറുണ്ട് 2047 ആകുമ്പോൾ എൻ്റെ രാഷ്ട്രം ലോകത്തിലെ നമ്പർ 1 സാമ്പത്തിക ശക്തിയായിരിക്കണം. ഇന്ന് ലോകത്തിൽ 4ാമത് സാമ്പത്തിക ശക്തിയാണ് നമ്മുടെ ഭാരതം. ജനസംഖ്യയിൽ 1ാം സ്ഥാനത്താണ് ഭാരതം. വലിപ്പത്തിൽ 7ാം സ്ഥാനത്താണ് ഭാരതം. 200 വർഷക്കാലം നമ്മളെ അടിമകളാക്കി ഭരിച്ച ബ്രിട്ടനെ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഭാരതം ഇന്ന് 4ാമത് സാമ്പത്തിക ശക്തിയാണ്. ആ ഭാരതത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന 2047 ആകുമ്പോഴേക്ക് ലോകത്തിലെ നമ്പർ 1 രാഷ്ട്രമാക്കി മാറ്റണമെന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉദാത്തമായ സ്വപ്നം. തീർച്ചയായിട്ടും ആ സ്വപ്നം പൂവണിയും. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ളത് ഇവിടെയാണ്. ഇവിടെയാണ് സർവ്വമതങ്ങളും ഏകോദര സഹോദരങ്ങളായി ജീവിക്കുന്നത്. ഇവിടെയാണ് ഭൂരിപക്ഷം ജനങ്ങൾ കിട്ടാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും നമ്മുടെ മതന്യൂനപക്ഷ സഹോദരങ്ങൾക്ക് നൽകുന്നത്. ഇവിടെയാണ് പള്ളിക്ക് പുറത്ത് പട്ടാളവും പോലീസും കാവൽ നിൽക്കാതെ ഇസ്ലാമിക സഹോദരങ്ങൾ നിർഭയം നിസ്കരിക്കുന്നത്. കാരണം ഈ മണ്ണിൽ ഒരു ആപ്തവാക്യം പിറന്നിട്ടുണ്ട്, അത് മതേതരത്വമല്ല. ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ഇതാണ് ഹിന്ദുവിൻ്റെ ഭരണഘടന, ഇതാണ് ഹിന്ദുവിൻ്റെ മതേതരത്വം. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ, സർവദേവ നമസ്കാരം, നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും നമസ്കരിച്ചോളൂ, കേശവം പ്രതിഗച്ഛതി, ഒടുവിൽ ഏകമാകുന്ന ഈശ്വരനിൽ വന്നു ചേരും. അതുകൊണ്ട് ഹിന്ദുക്കളായ നമുക്ക് എത്ര ദൈവങ്ങളാ? 33 കോടി ദൈവങ്ങൾ. കാളിയുണ്ട്, ഭദ്രകാളിയുണ്ട്, ചാത്തനുണ്ട്, കുട്ടിച്ചാത്തനുണ്ട്. നിങ്ങൾക്ക് ഏത് ദൈവത്തെ വേണമെങ്കിലും ആദരിക്കാം, നിങ്ങൾക്ക് ആരാധിക്കാം. പക്ഷെ ആ ദൈവത്തിൽ പോകുവാൻ, ആ ദൈവത്തെ ആരാധിക്കുവാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡ പ്രകാരമായിരിക്കണം നിങ്ങൾ ആ അമ്പലത്തിൽ പോകേണ്ടത്. അല്ലാതെ രഹന ഫാത്തിമമാർക്ക് കയറി ഇറങ്ങുവാനുള്ളതല്ല ശബരിമല എന്നുകൂടി അറിയണം. നിങ്ങൾ ശബരിമലയിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് 5 വിശ്വാസങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ പരമേശ്വരിൽ വിശ്വസിക്കണം, നിങ്ങൾ മഹാവിഷ്ണുവിൽ വിശ്വസിക്കണം, ഈ ശക്തി ചൈതന്യത്തിൽ നിന്ന് മണികണ്ഠൻ ഭൂജാതനായെന്ന് വിശ്വസിക്കണം, പന്തള രാജാവിൻ്റെ മകനായി വളർത്തപ്പെട്ട അയ്യപ്പന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് ശബരിമല എന്ന് വിശ്വസിക്കണം. 5ാമത്തേത് പരമപ്രധാനമാണ്, അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് വിശ്വസിക്കണം. ഈ 5 വിശ്വാസങ്ങൾ ആര് മുറുകെ പിടിക്കുന്നുവോ അവർക്കുള്ളതാണ് 41 ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി ശബരിമല. എന്തുകൊണ്ടാണ് ശബരിമലയെ തകർക്കുവാൻ നിരന്തരം പരിശ്രമിക്കുന്നത്? പുലയനും പറയനും നായർക്കും നമ്പൂതിരിക്കും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരനും BJP-ക്കാരനും 41 ദിവസത്തെ വ്രതം. നമ്മുടെ നാട്ടിൽ 50,000 ക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ 3807 ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡ് നടന്നത്. ഗുരുവായൂർ, ശബരിമല, വൈക്കം, കാടാമ്പുഴ അടക്കം കോടാനുകോടി രൂപ ഭണ്ഡാരത്തിൽ വന്നു നിറയുന്ന ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് നടത്തുമ്പോൾ 92% ക്ഷേത്രങ്ങളും കേരളത്തിൽ നടത്തുന്നത് ഭക്തന്മാരാണ്, ഹിന്ദുക്കളാണ്. അതിൽ നമ്മളെയെല്ലാം ചേർത്ത് കോർത്തിണക്കുന്ന ജാതീയതയും രാഷ്ട്രീയവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം അപ്രത്യക്ഷമാകുന്ന ആ കേന്ദ്രമാണ് ശബരിമല. കോടിക്കണക്കിന് ഹിന്ദുക്കളെ, പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിലെ ഹിന്ദുക്കളെ ഏകോദര സഹോദരങ്ങളായി ഒന്നിച്ച് ചേർത്ത് കോർത്തു നിർത്തുന്ന ആ മഹത്തായ ചൈതന്യത്തിൻ്റെ പേരാണ് ശബരിമല.
അതുകൊണ്ടാണ് ശബരിമലയെ തകർക്കുവാനുള്ള നിരന്തരമായ പരിശ്രമം നടക്കുന്നത്. ഹിന്ദു ഏകതയുടെ കേന്ദ്രമാണ്. നിങ്ങൾ ഗുരുവായൂരിൽ പോകുവാൻ തീരുമാനിച്ചാൽ ഇന്ന് തീരുമാനിച്ചിട്ട് നാളെ പോയിട്ട് വരാം. നമ്മൾ ഗുരുവായൂർ ചെന്നാൽ നമ്മളെ ആരും ഗുരുവായൂരപ്പ എന്ന് വിളിക്കില്ല. ഗുരുവായൂരപ്പൻ അവിടെ മൂർത്തിയാണ്, നമ്മൾ ഭക്തനാണ്. എന്നാൽ ശബരിമലയിൽ ചെല്ലുമ്പോൾ നമ്മളാണ് ദൈവം. അയ്യപ്പനെന്നും സ്വാമി എന്നും വിളിക്കുന്നത് നമ്മൾ തന്നെയാണ്. ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ മാലയിട്ട് കഴിഞ്ഞാൽ എൻ്റെ പേരപ്രസക്തമാകുന്നു. എല്ലാവരും എന്നെ വിളിക്കുന്നത് സ്വാമി എന്നാണ്, അയ്യപ്പൻ എന്നാണ്. ഭക്തനും മൂർത്തിയും ഒന്നായി തീരുന്ന അദ്വൈത വേദാന്തത്തിൻ്റെ ഉദാത്തമായ പ്രായോഗിക ദർശനത്തെ പ്രദാനം ചെയ്യുന്നു ശബരിമല എന്ന് അറിയുക. അതുകൊണ്ട് ശബരിമലയെ തകർക്കുവാൻ നിരന്തര പരിശ്രമം ഉണ്ടാകുന്നു. പക്ഷേ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ വസ്തുക്കൾക്ക് സാധ്യമല്ല എന്നതുപോലെ അയ്യപ്പന്റെ ആകർഷണ വലയത്തിൽ ഒഴിഞ്ഞു നിൽക്കുവാൻ ഒരു നിരീശ്വരവാദിക്കും സാധ്യമല്ല. അതുകൊണ്ട് അവർ തന്നെ അയ്യപ്പ സംഗമം നടത്തുകയും ചെയ്യുമെന്നത് തീർച്ചയാണ്. ആരാണോ ശബരിമലയെ തകർക്കുവാൻ നിരന്തരം പരിശ്രമിക്കുന്നത് അവർക്ക് തന്നെ അയ്യപ്പ സംഗമം നടക്കേണ്ടി വന്നത്. ഭൂമി എന്നും വസ്തുക്കളെ ആകർഷിക്കുന്നു എന്നതുപോലെ അയ്യപ്പൻ എല്ലാവരെയും ആകർഷിച്ചു കൊണ്ടേയിരിക്കും. കാരണം അയ്യപ്പൻ ഹിന്ദു ദൈവമാണ്. ആ ഹിന്ദു ദൈവങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു കയ്യിൽ താമരയുണ്ടെങ്കിൽ മറുകയിൽ വാളുണ്ട്, ഗദയുണ്ട്, കുന്തമുണ്ട്, ചക്രമുണ്ട്. ശക്തിയും സത്യത്തെയും മുറുകെ പിടിച്ചവരാണ് ഹിന്ദുവിന്റെ 33 കോടി ദൈവങ്ങൾ. തൊംഹി ദുർഗ ദശപ്രഹരണധാരിണി. ദുർഗയുടെ കയ്യിൽ 10 കൈയിലും ആയുധമുണ്ട്. മഹാവിഷ്ണുവിന്റെ ഒരു കയ്യിൽ ശംഖുണ്ടെങ്കിൽ മറുകയിൽ ചക്രമുണ്ട്, ഗദയുണ്ട്. താമരയും ശംഖും അവിടെ നിലനിൽക്കണമെങ്കിൽ ഭഗവാന്റെ കയ്യിൽ അസ്ത്രവും ഉണ്ടാകണം, ശസ്ത്രവും ഉണ്ടാകണം. ആയുധമില്ലാത്ത ഒരൊറ്റ ദേവീദേവന്റെ പേര് പറയാൻ കഴിയില്ല. കാരണം വി.ഡി. സവർക്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ ധാർമ്മിക ബോധമില്ലാത്ത ശക്തിയുടെ വിജയം മൃഗീയമാണ്. ശക്തിയുടെ പിൻബലമില്ലാത്ത ധർമ്മത്തിന്റെ വിജയം മുടന്തനുമാണ്. അതുകൊണ്ട് ശക്തിയാണ് ജീവിതം, ദുർബലത മരണമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുന്നതാണ് ഭാരതത്തിലെ എല്ലാ ദൈവങ്ങളും എന്ന് അറിയണം. 32ാമത്തെ ഗാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ഭാരതത്തിൻ്റെ മഹത്തായ ഒരു ചിത്രത്തെ വരച്ചു ചേർക്കുന്നതാണ് ആ ഗാനം. ഉത്തര ഹിമവൽ ശിഖരപുടത്തെ തഴുകും കാറ്റിൻ മന്ത്രം, ദക്ഷിണ കുമരി മുനമ്പു ചുഴലും സാഗര സംഗമഘോഷം, യുഗചംക്രമണ ചുവടുകൾ താണ്ടിയ ഭാരതവർഷ പെരുമാ, പ്രപഞ്ച സർവം ശിരസ്സു താഴ്ത്തും ഹിന്ദുത്വത്തിൻ ഗരിമാ, ഹിന്ദുത്വത്തിൻ ഗരിമാ. ഭോഗഭ്രാന്തിൽ പാഞ്ഞു കിതയ്ക്കും പാശ്ചാത്യന്റെ മനസ്സും, നൂറ്റാണ്ടാദ്യം പിറന്നു ലോകം മതിച്ചു വന്ന ചുവപ്പും, ദർപ്പം തീർന്നു കരാങ്കുലി കൂപ്പി ഒരേ സ്വരത്തിൽ പാടി, തമസ്സകറ്റാനൊളിവീശിടാൻ വഴിയൊന്നേ അതു ഹിന്ദുത്വം. അമൃതത്വത്തിൻ മക്കൾ ലോകം പക്ഷിക്കൂടായി കണ്ടോ, പൂർവമനീഷികൾ അവരുടെ സ്വപ്നം സാർത്ഥകമാക്കാമെന്നാം. കാലം കാത്ത മുഹൂർത്തം വന്നു കുതിച്ചു വിജയം നേടാൻ, ബലിദാനികളുടെ ധീരസ്മൃതികൾ തുടിച്ചിടട്ടെ കരളിൽ. പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ സൂക്ഷിച്ചിരിക്കേണ്ട അതിമഹത്തായ ഒരു പുസ്തകമാണിത്, ഗാനാഞ്ജലി. 158 ദേശഭക്തി ഗാനങ്ങളാണ് ഇതിലുള്ളത്. നമ്മുടെ ഭാരതമാതാവിനെക്കുറിച്ച്, നമ്മുടെ പാരമ്പര്യം, ചരിത്രം, പൈതൃകം എല്ലാം ഉദ്ഘോഷിക്കുന്ന അതിമഹത്തായ 158 ഗാനങ്ങൾ അടങ്ങിയ ഈ പുസ്തകത്തിൻ്റെ വില കേവലം 100 രൂപയാണ്. സനാതനം ആരോഗ്യത്തിലൂടെ പ്രിയ സജ്ജനങ്ങൾക്ക് ഈ പുസ്തകം ലഭിക്കുന്നതാണ്. 9074 18 30 75 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ വിലാസം വാട്സപ്പ് ചെയ്യാം. അല്ലെങ്കിൽ തൊട്ടടുത്ത് കുരുക്ഷേത്ര ബുക്ക് സ്റ്റാൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ ഗ്രന്ഥം ലഭ്യമാണ്. നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ സൂക്ഷിച്ചു വെച്ച് ഭാരതമാതാവിനെ
പാടുവാനും അറിയുവാനുമുള്ള ഒരു സുവർണ അവസരമാണ് ഈ ഗ്രന്ഥം നമുക്ക് നൽകുന്നത്. എല്ലാ ദേശഭക്തന്മാരുടെ ഭവനങ്ങളിലും ഈ ഒരു ഗ്രന്ഥം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഭാരത് മാതാ കി ജയ്. ഏത് വിജയത്തിൻ്റെ പുറകിലും ഒരുപാട് ബലിദാനങ്ങളുടെ ചരിത്രമാണ്. 5 പ്രാവശ്യം ഞങ്ങൾ അയോധ്യയിൽ പോകാറുണ്ട് വർഷത്തിൽ. സ്വാമിജിയും ധാരാളം അയോധ്യ, കാശി, മധുര യാത്രകൾ നടത്താറുണ്ട്. ആ ശ്രീ രാംലല്ല എന്ന് പറയുന്ന മഹത്തായ ഭഗവാന്റെ രൂപത്തിന് മുന്നിൽ, വിഗ്രഹത്തിന് മുന്നിൽ ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്. 1528 ബാബർ തകർത്തു കളഞ്ഞ അയോധ്യയിലെ രാമക്ഷേത്രം തിരിച്ചു പിടിക്കുവാൻ വേണ്ടി 77 യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് ഹിന്ദുക്കൾ. 3 ലക്ഷം ഹിന്ദുക്കളുടെ ധീര ബലിദാനത്തിനൊടുവിൽ 496 വർഷക്കാലത്തെ നിരന്തര പോരാട്ടത്തിനൊടുവിൽ 2024 ജനുവരി 22-ാം തീയതിയാണ് അയോധ്യയിൽ രാംലല്ല പ്രതിഷ്ഠ നടന്നത് എന്ന് നന്ദിയോടുകൂടി നാം എന്നും സ്മരിക്കണം. അത്രയേറെ കഷ്ടപ്പാടിൻ്റെ, ത്യാഗത്തിൻ്റെ ചരിത്രം പറയുവാനുണ്ട് നമ്മുടെ ഭാരതത്തിൽ. ഒരൊറ്റ ദിവസം 14,000 ഹിന്ദു സ്ത്രീകൾ അഗ്നിപ്രവേശം ചെയ്ത ചിത്തോറിനെ മറന്നു പോകരുത് നമ്മൾ. ഇസ്ലാമിക ഭീകരവാദികളാൽ ആക്രമിക്കപ്പെട്ട് പുരുഷന്മാരെ മുഴുവൻ കൊന്നുകഴിഞ്ഞാൽ സ്ത്രീകളെ മുഴുവൻ ലൈംഗിക അടിമകളാക്കി ഇഞ്ചിഞ്ചായി മാനഭംഗം ചെയ്യപ്പെട്ട് കൊല്ലുമെന്നറിയപ്പെടുന്ന ഹിന്ദു സ്ത്രീകൾ റാണി പത്മിനിയുടെ നേതൃത്വത്തിൽ ചിത്തോറിൽ ധീരബലിദാനത്തെ നടത്തിയത് സതി അനുഷ്ഠിച്ചുകൊണ്ടായിരുന്നു എന്നറിയണം. ഒരു കാലത്ത് അത് ആചാരമായിരുന്നു, പിന്നീട് ദുരാചാരവും അനാചാരവുമായിട്ട് മാറിയിട്ടുണ്ട്. സംരക്ഷിക്കുവാൻ പുരുഷന്മാരില്ലാത്ത ലോകത്ത് സ്വന്തം ശരീരത്തെ അഗ്നിക്ക് സമർപ്പിച്ചതായിരുന്നു ഭാരതത്തിൻ്റെ ഈ പറയുന്ന ഓരോ വനിതകളും എന്ന് അറിയണം. അത്ര മഹത്തരമാണ് നമ്മുടെ ചരിത്രം, സംസ്കാരം എന്നറിയണം. 39ാമത്തെ ഗാനത്തിലേക്ക് വരുമ്പോൾ അത് വ്യാസന്റെ മണ്ണിനെ കുറിച്ചുള്ള പാട്ടാണ്. ഇതാരുടെ മണ്ണാണ്? വ്യാസോച്ഛിഷ്ടം ജഗൽ സർവം. ജഗദ്ഗുരു വേദവ്യാസൻ കൈവക്കാത്ത മേഖലയുണ്ടോ? ഹിന്ദുക്കൾ ജാതീയത പറഞ്ഞുകൊണ്ട് ഹിന്ദുവിനെ തമ്മിൽ തല്ലിക്കുന്നവർ ഓർക്കണം, വേദത്തെ 4ആയി വ്യസിച്ചത് കൊണ്ടാണ് കൃഷ്ണദ്വൈപായനൻ, കൃഷ്ണൻ കറുത്തവൻ, ദ്വൈപായനൻ, ദ്വീപിൽ ജനിച്ചവൻ. നമ്മുടെ നാടൊക്കെ ഇപ്പം വെളുപ്പും കറുപ്പൊക്കെ ചർച്ച ചെയ്യുന്നു. ഞാൻ കറുത്തതായതുകൊണ്ടാണ് എനിക്ക് അവാർഡ് കിട്ടിയതിൽ നിങ്ങൾ സങ്കടപ്പെടുന്നത് എന്ന് പറയുന്നു വേടൻ. വേട, നിങ്ങൾ കറുത്തത് കൊണ്ടല്ല, നിങ്ങളുടെ പാട്ടിലെ സൗന്ദര്യമില്ലായ്മ കൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല. അടുത്ത വരി എൻ്റെ അമ്മമാരെ എനിക്ക് പാടാൻ പറ്റുമോ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത്ര മോശമാണ് ഓരോ വരികളും. സംഗീതം മനുഷ്യനെ വിഭജിക്കുവാനുള്ളതല്ല, സംഗീതം ജാതീയ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുവാനുള്ളതല്ല, സംഗീതം മനസ്സിനെ ആർദ്രമാക്കുവാനുള്ളതാണ്. സംഗീതം മനുഷ്യന്റെ ലോകത്തെ ഉയർത്തുവാനുള്ളതാണ്. അവിടെയാണ് കൃഷ്ണൻ കറുത്തവൻ, ആ കറുത്തവനായ ദ്വൈപായനൻ, ദ്വീപിൽ ജനിച്ചവൻ, ശ്രുതിയായ വേദത്തെ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 4ആയി വ്യസിച്ചു, വിഭജിച്ചു. അതോടുകൂടി അദ്ദേഹത്തിന്റെ പേരെന്തായി മാറി? വേദവ്യാസനായി. അതുകൊണ്ട് വ്യാസന്റെ മണ്ണാണിത്. വ്യാസന്റെ മണ്ണിനെ കുറിച്ച് പാടും. വ്യാസന്റെ മണ്ണിൽ വാരുറ്റ മണ്ണിൽ വാടാമലർ കണി പൂത്തുമിന്നേ, പൂവെണ്ണിലാവിൽ കുളിച്ചൊരുങ്ങി നേരിൻ്റെ കൽപ്പക പൂങ്കാവിൽ വന്നു നീ മണ്ണിലാടാത്ത നൃത്തമില്ല, അതിൽ കോരിത്തരിക്കാത്ത സ്വർഗമില്ല. ഇത് വ്യാസന്റെ മണ്ണാണ്. ഇവിടെ ആടിപ്പാടി ജീവിക്കുന്നതിനേക്കാൾ അതീതമായ ഒരു സുഖവും നിങ്ങൾക്ക് എവിടെയും ലഭിക്കില്ല എന്ന് പറയുന്നു ആ മണ്ണെങ്കിൽ 66ാമത്തെ ഗാനം നമ്മളെ പഠിപ്പിക്കുന്നത് മഹത്തായ ചില ആശയങ്ങളാണ്. ആരാണ് ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലിദാനം നൽകിയത് എന്ന് പറയുന്നു. അതുകൊണ്ട് അവരെക്കുറിച്ചുള്ള ഓർമ്മകളാണ് 66ാമത്തെ ഗാനം. വരുന്നു ഞങ്ങൾ സ്വാതന്ത്ര്യത്തിൻ ബലിപീഠങ്ങൾ തേടി, വരുന്നു നിങ്ങൾ പൊരുതി മരിച്ചൊരു പുണ്യപഥങ്ങൾ തേടി, പുണ്യപഥങ്ങൾ തേടി.
വാൾമുന തോറും തീനാമ്പുകളായി ജ്വലിച്ച ധീരവ്രതമെവിടെ? പടനിലമെങ്ങും നിണമായൊഴുകിയ സ്വധർമ്മബോധ തികവെവിടെ? സർവാംഗീണ സമർപ്പണ ഭാവം തുടിച്ച ഹൃസ്പന്ദനമെവിടെ? വരുന്നു ഞങ്ങൾ നിങ്ങളുറങ്ങും സമാധി ഭൂമികൾ തേടി, സമാധി ഭൂമികൾ തേടി. ഈ രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ബലിദാനം നൽകിയ ആളുകൾ അവരുടെ സമാധി ഭൂമിയെ തേടിയല്ലാതെ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ, ജീവിക്കാൻ കഴിയുമോ? നോക്കൂ, മുഹമ്മദ് ഗസ്നിയെ പൃഥ്വിരാജ് ചൗഹാൻ 16 പ്രാവശ്യം തോൽപ്പിച്ചു. ജയദ്രഥന്റെ സഹായത്തോടു കൂടി പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗസ്നി തോൽപ്പിച്ചു. പിടിച്ചു കെട്ടിയ ഉടനെ 2 കണ്ണും കുത്തി പൊട്ടിച്ചു കളഞ്ഞു. പക്ഷെ ഇദ്ദേഹത്തിന് ശബ്ദഭേദി ബാൺ അയക്കാൻ അറിയാമായിരുന്നു. കണ്ണുകൾ മൂടിക്കെട്ടി ശബ്ദമുണ്ടാകുന്ന സ്ഥലത്തേക്ക് ബാണം അയക്കുവാൻ അറിയാവുന്ന വിദ്യ ഇദ്ദേഹത്തിന് അറിയാമെന്നറിഞ്ഞപ്പോൾ ഗസ്നി പറഞ്ഞു, എനിക്കിതൊന്നും കാണണം. അങ്ങനെ ഗസ്നി ഒരുപാട് കുടങ്ങൾ അവിടെ കെട്ടിത്തൂക്കാൻ പറഞ്ഞു. ആ കുടങ്ങൾ കടിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ ബാണം കൊണ്ട് പൃഥ്വിരാജ് ചൗഹാൻ ഈ പറയുന്ന കുടങ്ങളെയെല്ലാം തട്ടിമറിച്ചിട്ടു അദ്ദേഹത്തിൻ്റെ ആ അസ്ത്രം കൊണ്ട് ചിതറിത്തെറിപ്പിച്ചു കളഞ്ഞു. ഇതെല്ലാം കണ്ട് ഒടുവിൽ സഹികെട്ട് ആഹ്ലാദത്തോടു കൂടി സബാഷ് 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 എന്ന് ഉറക്കെ ഗസ്നി പറഞ്ഞു എന്നും 7ാമത്തെ ബാണം ഗസ്നിയുടെ തൊണ്ടയിലൂടെ കടന്നുപോയി എന്നും ഒരു ചരിത്രം പറയുന്നു. അങ്ങനെയുള്ള ധീരന്മാരായ യോദ്ധാക്കളുടെ റാണാ പ്രതാപന്റെ വാളിന് 1.25 കിൻഡൽ വെയിറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടാറുണ്ട്. റാണാ പ്രതാപൻ തൻ്റെ മക്കൾ മരിച്ചപ്പോൾ കരഞ്ഞിട്ടില്ല. പക്ഷെ റാണാ പ്രതാപൻ കരഞ്ഞത് റാണാ പ്രതാപന്റെ കുതിര മരിച്ചപ്പോഴാണ്. അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ട് ശരവേഗതയിൽ ഓടിയ കുതിര യുദ്ധഭൂമിയിൽ വെച്ച് മരിച്ചപ്പോൾ കരഞ്ഞു പോയിട്ടുണ്ട് റാണാ പ്രതാപൻ. ഒരു കുതിര പോലും ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നിരന്തരം പോരാടിയ ചരിത്രമാണ് ഈ ഭാരതത്തിന് പറയുവാനുള്ളത്. 74ാമത്തെ ഗാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് ഈ രാഷ്ട്രത്തോടുള്ള സമർപ്പണമാണ്. ഒരു വരത്തിനു വേണ്ടി മാത്രം വ്രതമെടുത്തവരാണു നമ്മൾ, അതിനു ജീവിതമാകമാനം സ്വയമൊഴിഞ്ഞവരാണു നമ്മൾ. വിവിധ ഭാഷകൾ വേഷഭൂഷ സഹിതമെങ്കിലുമേകരാഷ്ട്രം വിപുലമാണ് വിദൂരമാണെന്നാകിലും പരമേകഗോത്രം കോടി കോടി ജനങ്ങൾ നമ്മുടെ ഉള്ളിലൊഴുകുവതേകരക്തം അവയിലൂന്നി ഉറച്ചു നിൽക്കാൻ പ്രതിദിനം കടിബദ്ധർ നമ്മൾ. ഒരു വരത്തിനു വേണ്ടി മാത്രം വ്രതമെടുത്തവരാണു നമ്മൾ, അതിനു ജീവിതമാകമാനം സ്വയമൊഴിഞ്ഞവരാണു നമ്മൾ. ഇഷ്ടദേവതയൊന്നു മാത്രം ദിവ്യഭാരത മാതൃഭൂമി, ഈ മണ്ണാണ് നമ്മുടെ ഇഷ്ടദേവത. ഈ മണ്ണിൽ പിറന്നതാണ് എൻ്റെ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് സമർപ്പണത്തിൻ്റെ ഈ ഒരു ഗാനം എന്ന് നാം ഓർക്കുക. ഒരുപാട് ഗാനങ്ങളുണ്ട്. അതിൽ 90ാമത്തെ ഗാനം നമ്മൾ എടുക്കുമ്പോൾ ഈ കേരളത്തെക്കുറിച്ചുള്ള ഒരു ഗാനം അതിൽ വളരെ വിസ്തരിച്ച് എഴുതിയിരിക്കുകയാണ്. ഇതൊക്കെ ആരെഴുതിയെന്ന് നമുക്കറിയില്ല. ഒരുപാട് ഗാനങ്ങൾ എഴുതിയിരിക്കുന്ന ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുമില്ല. ഈ കേരളത്തെക്കുറിച്ച് ഒരുപാട് ഗാനം എഴുതിയ കൂട്ടത്തിൽ ONVയുടെ ഗാനമുണ്ട്. ONV കുറുപ്പ് ഒരുപാട് ഗാനം ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ ഒരു പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ എഴുതിയത് സ്വർഗീയ പരമേശ്വർജിയാണ്.
പക്ഷെ ഇതിലൊരു കാഴ്ചപ്പാടുണ്ട് എഴുതിയവർക്ക്. ദേവിതൻ ഗളനാളമണിയും പുഷ്പമാലികയായിടേണ്ട, കോവിലിൽ പൊന്നൊളി പടർത്തും ദീപമാലികയായിടേണ്ട, ഭാരമകിലം പേരിടും ആധാരശിലയായി തീർന്നിടാവും. അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാലയിലെ ഒരു പൂവായിട്ട് എനിക്ക് മാറേണ്ട, അമ്മയുടെ ശ്രീകോവിൽ വിളങ്ങി നിൽക്കുന്ന ആ വിളക്കുകളിൽ ഒരു തിരിയായിട്ട് എനിക്ക് മാറേണ്ട, ഭാരമകിലം പേരിടും അമ്മയുടെ ഭാരത്തെ വഹിക്കുന്ന ആരും കാണാത്ത ഒരുപാട് കല്ലുകളിൽ ഒരു കല്ലായിട്ട് എനിക്ക് മാറിയാൽ മതി എന്ന് പറയുന്ന ഉദാത്തമായ കാഴ്ചപ്പാട്. എൻ്റെ പേര് പത്രത്തിൽ അച്ചടിച്ചു വരേണ്ടതില്ല, എൻ്റെ കഴുത്തിൽ നോട്ടുമാല വന്ന് വീഴേണ്ടതില്ല, പൂമാല വന്ന് വീഴേണ്ടതില്ല. ഈ കല്ലുകളിൽ എവിടെയെങ്കിലും ഒരു കല്ലായി ഈ അമ്മയുടെ ഭാരത്തെ മുഴുവൻ വഹിക്കുവാനുള്ള ഭാഗ്യത്തെ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഈ ഗാനങ്ങൾ എഴുതിയത് എന്നതുകൊണ്ട് അവിടെയൊന്നും പേരുകൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പരിചയമില്ല. പക്ഷെ ഇതിലെഴുതിയ 158 ഗാനങ്ങളിലും നിറഞ്ഞ ദേശഭക്തി അങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് എന്നറിയണം. അതിൽ 90ാമത്തെ ഗാനം ഇങ്ങനെയാണ്: നീളയൊഴുകി പടരും വഴി നീളെ കുളിരല നിറയും പമ്പയിലൂടെ, പെരിയാറിൻ പുളിനങ്ങൾ താണ്ടി പുതിയ യുഗ പൊൻതേർത്തടമേറി പൂർണ്ണത തേടി വരുന്നു ഞങ്ങൾ, പൂർണ്ണത തേടി വരുന്നു. മതവെറി പൂണ്ടവരെ നൈർമല്യം അടിച്ചുടച്ചു കടന്നപ്പോ, ഇവിടെ തൻ ചുടുനിണമാൽ പുതിയൊരു കോവിലുയർത്തിയ മലയാളത്തിൻ മനസ്സിനുള്ളിൽ കൊതിച്ചു വച്ചൊരു ദീപവുമായി വരുന്നു. ഈ കേരളത്തിലും ഒരുപാട് പോരാട്ടങ്ങൾ വീരപഴശ്ശിയെ പോലെയുള്ള, വേലുത്തമ്പി ദളവയെ പോലെയുള്ള മഹാത്മാക്കൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരെയെല്ലാം നമ്മൾ ഓർക്കുന്നുണ്ടോ എന്നതാണ് ചരിത്രത്തിലെ നിർഭാഗ്യകരമായ സംഭവം. ചില വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ബ്രിട്ടനെതിരെയുള്ള പോരാട്ടത്തെ നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഓർക്കുക, ബ്രിട്ടീഷുകാർക്കെതിരെ 200 വർഷം പോരാടിയവരുടെ കൂട്ടത്തിൽ പഴശ്ശി രാജാവ് ഉണ്ടായിരുന്നു, വേലുത്തമ്പി ദളവ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് മഹാത്മാക്കൾ ജീവൻ ആഹുതി നൽകിയിട്ട് തന്നെയാണ് ഈ പറയുന്ന മഹത്തായ ഈ സംസ്കാരത്തെ നിലനിർത്തിയത് എന്ന് നാം ഓർക്കുക. അടുത്തത് 103ാമത്തെ ഗാനമാണ്. അതൊരു ആഹ്വാനമാണ് നമ്മളോട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഭാരതം ഒരുപാട് വലുതായി. ഇന്ന് ഭാരതത്തിലേക്ക് വരുവാൻ വേണ്ടി റഷ്യയുടെ പ്രസിഡന്റും അമേരിക്കയുടെ പ്രസിഡന്റും മാപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അന്നങ്ങനെയൊക്കെ പറഞ്ഞു പോയി, നിങ്ങളൊന്നും മനസ്സിൽ വെക്കരുത് എന്ന് നമ്മുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ ലോകം നിങ്ങളെ തേടി വരും. ശക്തിയാണ് ജീവിതം, ദുർബലത മരണമാണ്. ഭീരു പലവട്ടം മരിച്ചാലും വീണ്ടും ഭീരുവായി തന്നെ ജനിക്കുന്നു. ധീരൻ ഒരിക്കലേ മരിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ധീരരായിരിക്കുക. അതുകൊണ്ട് ഒരുപാട് കടമകളും കർത്തവ്യങ്ങളും നമുക്ക് വരുംകാലങ്ങളിൽ ചെയ്യുവാനുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുന്നതാണ് 103ാമത്തെ ഈ ഗാനം. ഉയരും ഭാരത ഭൂവിൻ വിശ്രുത വിജയ പതാക പറക്കട്ടെ, ഉണരും പാരിനു നേർവഴി കാട്ടും നേതൃത്വം പുനരുയരട്ടെ, നേതൃത്വം പുനരുയരട്ടെ. പണ്ടു തുടങ്ങി പാരിനു മുഴുവൻ പാത തെളിച്ചതു നാമല്ലേ, കൈത്തിരി കത്തിച്ചിരുൾ നിരഭേദിച്ചൊളിമഴ പെയ്തതു നാമല്ലേ, നാമല്ലേ ഹാ നരവംശത്തിനു നാഗം തീർത്തു സ്വതപസ്ഥാൻ, നമ്മുടെ സാധന നേടിയ വൈഭവം അല്ലേ മാനവ സംസ്കാരം. എന്തെന്തുഗ്രവിപത്തുകൾ നമ്മെ ചീറിയടുത്തു നൂറ്റാണ്ടായി, എത്ര ഭയങ്കര ശത്രു പരമ്പര തീയും വാളുമെടുത്തെത്തി, ഉലകം വെല്ലും പോർവിളി കേട്ടിട്ടുയരും
രാക്ഷസഗർവങ്ങൾ പണവും താഴ്ത്തിയടങ്ങിയതില്ലേ ഹൈന്ദവ വീര്യം ദർശിക്കേ. എന്തെന്തുഗ്രവിപത്തുകൾ! 2300 വർഷക്കാലത്തെ നിരന്തര വൈദേശിക ആക്രമണത്തിന് പാത്രീഭൂതമായ മണ്ണാണ് എൻ്റെ ഭാരതം. BC 326 മാസിഡോണിയയിൽ നിന്നും അലക്സാണ്ടർ വന്നു. യവന്മാരും ശാകന്മാരും ഹൂണന്മാരും കുശാനന്മാരും എൻ്റെ മണ്ണിനെ ഇല്ലാതാക്കാൻ നോക്കി. ഹിന്ദുവിനെ നശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. AD 711 മുഹമ്മദ് ബിൻ കാസിമിൽ തുടങ്ങിയ ആക്രമണം 1100 മുതൽ ഗസ്നിയും ഗോറിയും ഖിൽജിയും തുഗ്ലക്കും ബാബറും ഹുമയൂണും ഷാജഹാനും ബഹദൂർ ഷാ രണ്ടാമൻ വരെ ചരിത്രം രേഖപ്പെടുത്തിയ 700 വർഷക്കാലത്തെ ഇസ്ലാമിക രാജാക്കന്മാരുടെ ഭീകരാക്രമണങ്ങൾക്ക് പാത്രീഭൂതമായ മണ്ണ്, 40,000-ൽ പരം ക്ഷേത്രങ്ങൾ തച്ചുടക്കപ്പെട്ട മണ്ണ്, 50 ലക്ഷത്തിൽ പരം ഹിന്ദുക്കൾക്ക് ജീവൻ ബലിദാനം നൽകേണ്ടി വന്ന മണ്ണ്, അയോധ്യയും കാശിയും മധുരയും അടക്കം 3000-ഓളം ക്ഷേത്രങ്ങൾ പള്ളികളായി രൂപാന്തരപ്പെട്ട മണ്ണ്, 200 വർഷക്കാലം സായിപ്പ് ഈ മണ്ണ് ഭരിച്ചു. 47-ൽ ഭാരതമാതാവിനെ 2ആയി വിഭജിച്ച് സായിപ്പ് ഈ മണ്ണ് വിട്ട് പോകുന്നതുവരെ ചരിത്രം രേഖപ്പെടുത്തിയ 2300 വർഷങ്ങൾക്കിപ്പുറവും ഹിമാലയത്തിന്റെ മുകളിൽ കയറി കന്യാകുമാരിയിലേക്ക് നോക്കി വന്ദേ മാതരം മുഴക്കിയാൽ അത് ഏറ്റുവിളിക്കുവാൻ 100 കോടി കണ്ടങ്ങൾ ഇന്നും ബാക്കിയാകുന്നുണ്ട് ഈ മണ്ണിലെന്ന് പറയുമ്പോൾ, ഗ്രീക്കും റോമും ഈജിപ്തും മെസപ്പൊട്ടോമിയയും ബാബിലോണിയൻ സംസ്കാരങ്ങളെല്ലാം തന്നെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടും ചരിത്രം രേഖപ്പെടുത്തിയ 2300 വർഷക്കാലത്തെ നിരന്തര വൈദേശിക ആക്രമണത്തിന് ശേഷവും എൻ്റെ ഭാരതം ജീവിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് അഭിമാനമുണ്ടാകണം. അതുകൊണ്ട് ഈ ധർമ്മത്തിന്റെ പേരാണ് സനാതനം. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം നാശരഹിതം, ഒരിക്കലും നശിക്കാത്തത്. എന്തെന്തുഗ്രവിപത്തുകൾ നമ്മെ ചീറിയെടുത്തു നൂറ്റാണ്ടായി, എത്ര ഭയങ്കര ശത്രു പരമ്പര തീയും വാളുമെടുത്തെത്തി, ഉലകം വെല്ലും പോർവിളി പൊങ്ങി ഉയരും രാക്ഷസഗർഭങ്ങൾ പണവും താഴ്ത്തി അടങ്ങിയതില്ലേ ഹൈന്ദവ വീര്യം ദർശിക്കേ. ഹിന്ദുവിന്റെ വീര്യത്തിന് മുന്നിൽ, ശിവാജിയുടെ വീര്യത്തിന് മുന്നിൽ ഔറംഗസീബിന് അടിയറവ് പറയേണ്ടി വന്നിട്ടുണ്ട്. റാണാ പ്രതാപ സിംഹന്റെ വീര്യത്തിന് മുന്നിൽ അക്ബർക്ക് അടിയറവ് പറയേണ്ടി വന്നിട്ടുണ്ട്. പൃഥ്വിരാജ് ചൗഹാന്റെ വീര്യത്തിന് മുന്നിൽ ഗസ്നിക്ക് അടിയറവ് പറയേണ്ടി വന്നിട്ടുണ്ട്. എപ്പോഴെല്ലാം എൻ്റെ ധർമ്മത്തെ ഇല്ലാതാക്കുവാൻ ഏതെല്ലാം ശക്തികൾ ഏതെല്ലാം രൂപത്തിൽ വന്നുവോ അപ്പോഴെല്ലാം ഭഗവാൻ ഗീതയിൽ പറയുന്നത് പോലെ യഥാ യഥാ ഹിധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എപ്പോഴെല്ലാം ധർമ്മത്തിന് താഴ്ചയും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു. ത്രേതായ മന്ത്രശക്തിശ്ച ജ്ഞാനശക്തി കൃതേ യുഗേ ദ്വാപരേ യുദ്ധശക്തിശ്ച സംഘേ ശക്തി കലോ യുഗേ. കൃതയുഗത്തിൽ ജ്ഞാനശക്തി കൊണ്ടും ത്രേതായുഗത്തിൽ മന്ത്രശക്തി കൊണ്ടും ദ്വാപരയുഗത്തിൽ യുദ്ധശക്തി കൊണ്ടും ഞാൻ ധർമ്മത്തെ സംരക്ഷിച്ചു. ഇതേതാണ്? ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ സംഘടനാ ശക്തി കൊണ്ടാണ് നാം ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ എറണാകുളത്തപ്പൻ്റെ ഈ മണ്ണിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ സംഘടനാ ശക്തിയിൽ ഒന്നിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് നമ്മളാണ് കൽക്കിയെ കാത്തിരിക്കരുത്. മത്സ്യക്കൂർമ്മ വരാഹശ്ച നരസിംഹോ ഇതി വാമന രാമോ രാമരാമശ്ച കൃഷ്ണ കൽക്കി ദിദേ ദശ. എപ്പോഴെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ അധർമ്മം വിളയാടിയോ അപ്പോഴെല്ലാം ഞാൻ പല രൂപത്തിലും ഭാവത്തിലും ഈ മണ്ണിലേക്ക് അവതാരമെടുത്തു വന്നിട്ടുണ്ട്. ഞാൻ അവസാനം വന്നത് ഭഗവാൻ കൃഷ്ണന്റെ രൂപത്തിലാണ്. 4,24,000 വർഷമുള്ള കലിയുഗത്തിൽ എവിടെയെങ്കിലും ഞാൻ വരും. പക്ഷെ അതുവരെ നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധിശക്തി, പരാക്രമവും ഷഡേതേ പ്രവർത്തന്തേ ദൈവം തത്ര പ്രകാശയേത്. ശബരിമലയിൽ രഹന ഫാത്തിമ ചെല്ലുമ്പോൾ അയ്യപ്പന് 2 പുലിയെ അങ്ങോട്ട് വിട്ടാ പോരായിരുന്നു? ഒരു നേതാവിന്റെ ചോദ്യം. അയ്യപ്പന്റെ കയ്യിൽ ഒരുപാട് പുലിയുണ്ട്. ഒരു പുലിയെ വിട്ടിട്ട് രഹന ഫാത്തിമയെ പിടിക്കാൻ പറഞ്ഞാൽ പുലി പിടിക്കുകയും ചെയ്യും. പക്ഷെ അയ്യപ്പൻ പുലിയെ വിട്ടാൽ നമ്മുടെ റോൾ എന്താ?
അയ്യപ്പന്റെ സന്നിധാനത്തെ നശിപ്പിക്കുവാൻ കനകദുർഗയും ബിന്ദു അമ്മിണിമാരും ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം, ഈ 6 ഗുണങ്ങൾ ഉള്ളവൻ അങ്ങോട്ട് ചെല്ലണം. താൻ പാതി ദൈവം പാതി എന്നാണ്. ഭഗവാനെ സംരക്ഷിക്കുവാൻ നീ ഉണ്ടെങ്കിൽ ഭഗവാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഭഗവാൻ ഈ കൈകൾ നൽകിയിട്ടുണ്ട്, കണ്ണുകൾ നൽകിയിട്ടുണ്ട്, ചെവിയെ നൽകിയിട്ടുണ്ട്, നടക്കാൻ കാലുകൾ നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഭഗവാൻ ഈ രഹന ഫാത്തിമ എന്ന് പറയുന്ന നിങ്ങളുടെ കൊച്ചിക്കാരിയെ തടുക്കുവാൻ ഭഗവാന്റെ പുലി തന്നെ വരണോ? വേണ്ടതില്ല. അതുകൊണ്ട് ത്രേതായ മന്ത്രശക്തിശ്ച ജ്ഞാനശക്തി കൃതേ യുഗേ ദ്വാപരേ യുദ്ധശക്തിശ്ച സംഘേ ശക്തി. ഈ കലിയുഗത്തിൽ സംഘടനാ ശക്തി കൊണ്ടാണ് നാം ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് ആ മഹത്തായ ഗാനം. ഇനി ഹിമാലയത്തെക്കുറിച്ചൊരു ഗാനമുണ്ട്. ഹിമാലയത്തിൽ പോയവരുണ്ടാവില്ലേ? ആരാണ് ഹിമാലയത്തെ ആഗ്രഹിക്കാത്തത്? പക്ഷേ കൈലാസത്തിൽ മാനസ സരോവരത്തിൽ പോകണമെങ്കിൽ ചൈനയുടെ NOC വേണം. 962 ചൈന പിടിച്ചുകൊണ്ടുപോയി. ഭാരതം വിഭജിക്കുന്നത് കണ്ടപ്പോൾ വിന്ധ്യനോട് പർവ്വതം താഴ്ത്തുവാൻ ദേവഗണങ്ങൾ പറഞ്ഞിട്ടും 947 മനുഷ്യന്മാർ ഭാരതത്തെ മതത്തിന്റെ പേരിൽ വിഭജിച്ചു കളഞ്ഞു. മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിൽ വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് പള്ളി പണിതു കൊടുത്തവരല്ലേ നമ്മൾ? സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതമായി വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് ചർച്ച് പണിതു കൊടുത്തവരല്ലേ നമ്മൾ ഹിന്ദുക്കൾ? ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കൊന്ന സമയത്ത് മുംബൈയിലും കൊൽക്കത്തയിലും കൊച്ചിയിലും അവർക്ക് മാതൃകാ കോളനികൾ പണിതു കൊടുത്തവരല്ലേ നമ്മൾ ഹിന്ദുക്കൾ? ജർമ്മനിയിൽ പിറന്ന കമ്മ്യൂണിസത്തെ അധികാരത്തിൽ 957 കേരളത്തിൽ കൊണ്ടുവന്നവരല്ലേ നമ്മൾ ഹിന്ദുക്കൾ? ലോകത്തിലെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഏതെല്ലാം കാലഘട്ടത്തിൽ ഏതെല്ലാം ഇസങ്ങളും മതങ്ങളും ആശയങ്ങളും പിറന്നുവോ എല്ലാം തന്നെ എൻ്റെ മണ്ണിലേക്ക് ചേർത്ത് കോർത്ത് നിർത്തി ഈ മണ്ണിൽ ഹിന്ദുവിൻ്റെ കൂടെ ജീവിക്കുവാൻ സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഉണ്ടാക്കപ്പെട്ടത് കേവലം 78 വർഷങ്ങൾക്കപ്പുറം 15 ലക്ഷം ഹിന്ദുക്കളുടെ കബന്ധത്തിൽ ചവിട്ടിയാണെന്ന ചരിത്രം കൂടി നമ്മൾ ഓർക്കുമ്പോഴാണ് എൻ്റെ ഭാരതത്തെ വെട്ടിമുറിക്കുന്നതിന് വിന്ധ്യൻ തയ്യാറായപ്പോൾ വിന്ധ്യനോട് അരുതെന്ന് പറഞ്ഞു ദേവഗണങ്ങളെങ്കിൽ അത് പറയുവാനുള്ള ഇച്ഛാശക്തി മനുഷ്യനില്ലാതെ പോയതുകൊണ്ട് ഭാരതമാതാവ് 64 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു എൻ്റെ അഖണ്ഡ ഭാരതം. ഇന്നത്തെ ഗാന്ധാരദേശം, ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുറിഞ്ഞറ്റു വീണു മനോരമ്യലങ്ക, മഹാദേവി നിൻ കാലിലെ പൊൻചിലങ്ക എന്ന് ഈ പുസ്തകത്തിൽ കവി പാടിയിട്ടുണ്ട്. ഗാന്ധാരദേശം ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, പാഞ്ചാലദേശം ഇന്നത്തെ പാകിസ്ഥാൻ, ബംഗാളദേശം ഇന്നത്തെ ബംഗ്ലാദേശ്, ബ്രഹ്മപ്രദേശം ഇന്നത്തെ മ്യാൻമാർ, ശ്രീലങ്ക 1 ലിറ്റർ ഡീസൽ 296 വില. ആരുടെ സാമ്രാജ്യം? കുബേരന്റെ സാമ്രാജ്യം. കുബേരൻ സമ്പത്തിനെ ആരാധിച്ചു, ശക്തി ആരാധിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് കുബേരന്റെ സമ്പത്തും ശക്തിയും സ്വർണ്ണമയൂര ലങ്കയും പുഷ്പക വിമാനവും വരെ രാവണൻ പിടിച്ചടക്കി. സ്വന്തം ഭാര്യമാരെ പോലും കിട്ടിയില്ല. കൈലാസത്തിന്റെ ചുവട്ടിൽ ശിവനോട് പോയിട്ട് കരഞ്ഞു പറഞ്ഞു, നിങ്ങൾ സമ്പത്തിനെ ആരാധിക്കണം, 1000 തലമുറക്കുള്ള സമ്പത്ത് ഉണ്ടാക്കണം ഹിന്ദുക്കൾ. പക്ഷെ ആ സമ്പത്തിനൊപ്പം ശക്തിയെ കൂടി ആരാധിച്ചില്ലെങ്കിൽ സമ്പത്തെല്ലാം കണ്ടവന്മാർ പിടിച്ചു കൊണ്ടുപോകും എന്നുകൂടി രാവണന്റെയും കുബേരന്റെയും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു എന്നുകൂടി അറിയണം. അങ്ങനെ ഭാരതത്തിലെ ഒട്ടുഭാഗങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് ഇന്ന് നരേന്ദ്രമോദിജി ഭരിക്കുന്ന ഇന്ത്യയുടെ വലിപ്പം 36 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററേ ഉള്ളൂ. 64 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടന്ന എൻ്റെ ഭാരതം ഈ കഴിഞ്ഞ 500 വർഷത്തിനിടയ്ക്ക് വെട്ടി വെട്ടി മുറിച്ച് കൊണ്ടുപോയപ്പോൾ സ്വതന്ത്ര ഭാരതത്തിൽ 62 ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഭാരതത്തിൽ കൈലാസത്തിൻ്റെയും മാനസ സരോവരത്തിൻ്റെയും പല ഭാഗങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നതും ദയനീയമാണ് എന്നറിയണം. നമ്മൾ 5 യുദ്ധം പാകിസ്ഥാനോട് നടത്തിയിട്ടുണ്ട്, 1 യുദ്ധം ചൈനയോടും നടത്തിയിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക വിദഗ്ധർ പറയുണ്ടായിട്ടുണ്ട്, ഭാരതം എന്ന രാജ്യത്തിന് 7 അയൽരാജ്യങ്ങളുണ്ട്. അതിൽ അയൽരാജ്യം വളരെ പ്രധാനമാണ് പാകിസ്ഥാൻ, മറ്റൊന്ന് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന. ഈ 4 അയൽരാജ്യങ്ങൾ ഭാരതത്തിനില്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിലെ റോഡുകൾ സ്വർണം പൂശിയേനെ എന്ന്. കാരണം നമ്മുടെ സമ്പത്തിൻ്റെ ബജറ്റിൻ്റെ 40% പ്രതിരോധത്തിന് വേണ്ടി നീക്കി വെക്കേണ്ടി വരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ കണ്ടു. കാശ്മീർ കാണാൻ ചെന്ന 26 നിങ്ങളുടെ കൊച്ചിയിലെ രാമചന്ദ്രേട്ടനെ അടക്കം വെടിവെച്ച് കൊന്നു കളഞ്ഞു. കലിമ ചൊല്ലാൻ അറിയാത്തതുകൊണ്ട് കാശ്മീരിൽ പോകുമ്പോൾ കലിമയൊക്കെ ഒന്ന് പഠിച്ചോളൂ.
കലിമ ചൊല്ലാൻ അറിയാത്ത 26 ആളുകളുടെ തലമണ്ടയിലൂടെ വെടിയുണ്ട കടന്ന് ചിതറി തെറിച്ചു പോയപ്പോൾ ഭാരതം ചോദിച്ചു, പ്രതികരിക്കുന്നില്ലേ എന്ന്. ഭാരതത്തിന്റെ തനതായ ശൈലിയുള്ള നമ്മുടെ സൈനികന്മാരുടെയും ഭരണകൂടത്തിന്റെയും അതിശക്തമായ പ്രതികരണത്തിൽ 9 ഭീകര കേന്ദ്രങ്ങളെ നിശേഷം തകർത്ത് തരിപ്പണമാക്കി. അതിനുശേഷം 11 ബ്രഹ്മോസ് മിസൈൽ അങ്ങോട്ട് അയച്ചു. 11 കോടിയാണ്, 35 കോടിയാണ് ഒരു ബ്രഹ്മോസിന്റെ വില. 11 അങ്ങോട്ട് അയച്ചു. 11 താവളങ്ങളെ, വ്യോമസേന താവളങ്ങൾ തകർത്ത് കളഞ്ഞു. അതുകൊണ്ടാണ് ഭാരതം എന്ന് പറയുന്നത്, നിങ്ങൾ ശക്തി ഉണ്ടായാൽ മാത്രം പോരാ, ശക്തിയെ ചില അവസരങ്ങൾ പ്രദർശിപ്പിക്കുകയും വേണം. അങ്ങനെയെങ്കിൽ പല പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. അതുകൊണ്ട് ബ്രഹ്മോസ് മിസൈലിന് ഇപ്പൊ 22 രാജ്യങ്ങളിൽ നിന്ന് ഓർഡർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് 10 ബ്രഹ്മോസ് വേണം കേട്ടോ. ചൈനയുടെ എല്ലാം ചീറ്റിപ്പോയി. ചൈന എല്ലാം നമുക്ക് വ്യാജനാണ് ലോകത്തിന് മൊത്തം കൊടുത്തത്. പാകിസ്ഥാൻ കൊടുത്തത് വ്യാജനായിരുന്നു. അതുകൊണ്ട് അതെല്ലാം ചീറ്റിപ്പോയി. അതാണ് നവഭാരതം. ആ ഭാരതത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഹിമാലയത്തെ കുറിച്ചുള്ള ആ ഒരു സങ്കല്പമുണ്ടല്ലോ, ഹിമാലയത്തെ കുറിച്ച് കവി പാടുന്നത് എന്താണ്? ഇതാണു ഭാരത രജത കിരീടം പാരിൻ ഗോപുരവാടം, ഇതായുഗങ്ങൾ പിറന്നു വളർന്നൊരു ഭൂവിൻ ദേവകവാടം, ഇതാണിതാണാ സർഗോജ്വലമാം ചൈതന്യത്തിൻ നീടം, ഇതാ ഹിമാചല ഭൂമി, ഇവ്യാ ഹിമാചല ഭൂമി, നമ്മെ വിളിപ്പൂ നല്ല ഹൈമവത ഭൂമി, തിങ്കൾ കലയാൽ തിലകം ചാർത്തും തുങ്ക ഹൈമവത ഭൂമി, നക്ഷത്രക്കതിർമുടിയിൽ തിരുകിയ നല്ല ഹൈമവത ഭൂമി. ഹിമാലയത്തെ കുറിച്ച് എത്ര മനോഹരമായ വർണ്ണനയാണ് കവി ഇവിടെ പാടിയിരിക്കുന്നത്. നമ്മുടെ സമയം, ഭക്ഷണത്തിൻ്റെ സമയം കഴിഞ്ഞിരിക്കാൻ 10 മിനിറ്റോട് നിർത്താം. രാഷ്ട്രത്തെക്കുറിച്ച്, ഹിമാലയത്തെക്കുറിച്ച്, കന്യാകുമാരിയെക്കുറിച്ച്, ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഈ ഭാരതമേകമാണ്. വാട്സപ്പിൽ രസകരമായൊരു കഥ വന്നിരുന്നു. പണ്ട് ദൈവം ഭൂമി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പണിക്കാരെ മൊത്തം വിളിച്ചുകൂട്ടി. പണിക്കാരോട് ചോദിച്ചു, ഈ ഭൂമിയിൽ എന്തൊക്കെ വേണം? അപ്പോൾ ഒരു പണിക്കാരൻ പറഞ്ഞു, ഭൂമിയിൽ നിറയെ മഞ്ഞ് വേണം. ഇന്നത്തെ യൂറോപ്പിൻ്റെ ഭാഗത്ത് മൊത്തം ദൈവം മഞ്ഞ് വെച്ചു. പിന്നെ ഒരു പണിക്കാരൻ പറഞ്ഞു, ഭൂമിയിൽ ഒരുപാട് മരുഭൂമി വേണം. ഇന്ന് കാണുന്ന പശ്ചിമേഷ്യൻ രാഷ്ട്രത്തിൻ്റെ പല ഭാഗങ്ങളിലും മരുഭൂമി വെച്ചു. ഭൂമിയിൽ നിറയെ വനം വേണം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വനം വെച്ച് കൊടുത്തു. അങ്ങനെ പലതും പല സ്ഥലത്തും ഫിറ്റ് ചെയ്ത ദൈവം ചോദിച്ചു, ഇതെല്ലാം ഉള്ളൊരു ഭൂമി വേണ്ടേ? മഞ്ഞും മലയും മരുഭൂമിയുമുള്ളൊരു ഭൂമി. അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ഭൂമിയുടെ പേരാണ് എൻ്റെ ഭാരതം. ഇവിടെ മരുഭൂമിയുണ്ട്, ഇവിടെ മഞ്ഞുണ്ട്, ഇവിടെ മലകളുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു ദൈവം എണീറ്റ് ചോദിച്ചു, അപ്പോൾ ഇവന്മാർ വലിയ അഹങ്കാരികളാവില്ലേ? എല്ലാം ഒരാൾക്ക് കൊടുത്താൽ വലിയ അഹങ്കാരികളാവില്ലേ? അപ്പോൾ ദൈവം പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്. ഇതിലൊരുത്തൻ പറയുന്നത് മറ്റൊരുത്തനും മനസ്സിലാവില്ല. മലയാളി പറയുന്നത് തമിഴ്നാട്ടുകാരന് മനസ്സിലാവില്ല, തമിഴ്നാട്ടുകാരൻ പറയുന്നത് കർണാടകക്കാരന് മനസ്സിലാവില്ല, ഇവൻ പറയുന്നത് ആന്ധ്രക്കാരന് മനസ്സിലാവില്ല, ഇവരെല്ലാവരും പറയുന്നത് യുപിക്കാരന് മനസ്സിലാവില്ല. അപ്പോൾ ചോദിച്ചു മറ്റൊരു ദൈവം, ഇതൊരു ക്രൂരതയല്ലേ? എല്ലാം കൊടുത്തിട്ടും പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന ക്രൂരതയല്ലേ? അപ്പോഴാണ് ദൈവം പറഞ്ഞത്, ഇവരെല്ലാം ഏകോപിപ്പിക്കുവാൻ വേണ്ടി ഞാൻ തന്നെ ഈ മണ്ണിൽ യുഗയുഗങ്ങളായിട്ട് അവതരിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ ബാക്കി എല്ലാ സ്ഥലത്തും ദൂതന്മാരെ, പ്രവാചകന്മാരെ അയക്കുമ്പോൾ ഞാൻ ഭാരതത്തിന്റെ മണ്ണിൽ മാത്രം ഞാൻ തന്നെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ജനിക്കുന്ന മണ്ണ് ഈ ഭാരതമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉത്തർപ്രദേശിൽ മുഴുവൻ സഞ്ചരിച്ചാൽ, അയോധ്യയിൽ ചെല്ലുന്ന സമയത്ത്, രാമന്റെ ജന്മഭൂമിയിൽ ചെല്ലുന്ന സമയത്ത്, പക്ഷേ കർക്കിടകത്തിൽ രാമായണ മാസം ഉത്തർപ്രദേശിൽ അല്ല, അതിങ്ങ് കേരളത്തിലാണ്. മധുരാപുരിയുള്ളത് ഉത്തർപ്രദേശിലാണ്. ഇവിടുന്ന് 2500 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം. പക്ഷെ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര നടക്കുന്നത് ഇങ്ങ് കേരളത്തിലാണ്. ഈ ഭാരതം മുഴുവൻ രാമനും കൃഷ്ണനും ഈ ഭാരതത്തെ ഒന്നായി ചേർത്ത് കോർത്ത് നിർത്തിയിരിക്കുകയാണ്. രാമനെയും കൃഷ്ണനെയും ശിവനെയും അറിയാത്ത ആരെങ്കിലും ഭാരതത്തിൽ ഉണ്ടാകുമോ? കാശ്മീരുകാരൻ കന്യാകുമാരിയിൽ ജീവിക്കുന്നവരെ കണ്ടിട്ട് ഇന്ന് ഉച്ചക്ക് സാമ്പാർ കൂട്ടിയിട്ടാണോ ഉണ്ടതെന്ന് ചോദിച്ചാൽ എന്തായാലും മനസ്സിലാവുമോ? മനസ്സിലാവില്ല. പക്ഷെ ജയ്റാം പറഞ്ഞാൽ ഉടനെ പറയും സിതാറാം.
നമസ്തേ പറഞ്ഞാൽ ഉടനെ പറയും നമസ്കാരം. നമ്മളെല്ലാം കോർത്ത് ചേർത്ത് നിർത്തുന്നതാണ് ഈ രാഷ്ട്രത്തിലെ ഓരോ ഐതിഹ്യം പോലും എന്നറിയണം. അതുകൊണ്ടാണ് ഗുജറാത്ത് സാമ്രാജ്യമായ ദക്ഷ പ്രജാപതിക്ക് യാഗം നടത്തുവാൻ ഭൂമി വേണം. എവിടെ പോയി? അങ്ങ് ഞങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്താണ് മൂപ്പര് വന്നത്. കൊട്ടിയൂരില് ദക്ഷ മഹായാഗം നടന്നത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിലാണ്. ദക്ഷ പ്രജാപതിയുടെ സാമ്രാജ്യം ഇന്നത്തെ ഗുജറാത്ത് അടങ്ങുന്ന ഭൂമിയാണ്. അവിടെ ഉണ്ടായിരുന്ന മഹാരാജാവ് സതിയുടെ പിതാവ് ഉത്തമമായ യാഗം നടത്തുവാൻ വേണ്ടി ഭൂമി കണ്ടെത്തുവാൻ വേണ്ടി വന്നത് എവിടെയാണ്? കൊട്ടിയൂരിലാണ്. ഉത്തമമായ പ്രതിഷ്ഠ നടത്തുവാൻ വേണ്ടി ദേവഗുരുവായ ബൃഹസ്പതിയും വായു ഭഗവാനും സഞ്ചരിക്കുമ്പോൾ ഉത്തമമായൊരു സ്ഥലം കണ്ട് പ്രതിഷ്ഠ നടത്തണം, ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠ. ആ ദേവഗുരുവും വായു ഭഗവാനും ചേർന്ന് പ്രതിഷ്ഠിച്ചപ്പോഴാണ് ഗുരുവായൂരുണ്ടാകുന്നത് എന്നറിയണം. എല്ലാത്തിലും ഉദാത്തമായ സങ്കല്പങ്ങൾ ചേർത്ത് കോർത്ത് നിർത്തിയതാണ് ഈ ഭാരതം. ഒരു സ്ഥലത്തിൻ്റെ നാമത്തിൽ പോലുമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അമ്മമാർ പറയും ഒരു സ്ഥലം കാണാനുണ്ട്. ഏതാണ് സ്ഥലം? അത് സീതത്തോടാണ്. സീതത്തോടോ എന്താ പ്രത്യേകത? ഇവിടെയാണ് വനവാസ സമയത്ത് സീതാദേവി കുളിച്ചത്. തെളിവുണ്ടോ എന്നൊന്നും ചോദിച്ചേക്കരുത്, അവർ ചൂടാവും. വനവാസ സമയത്ത് സീതാദേവി കേരളത്തിൽ വന്ന് പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ട് കുളിക്കുവാൻ ശുദ്ധമായ അരുവി കണ്ടപ്പോൾ അവിടെ കുളിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ. വയനാട്ടിൽ ചെന്നാൽ അവർ പറയും ഇവിടെ ഒരു വലിയ പാറയുണ്ട്. ഏതാണ് ആ പാറ? അതൊരു 5 പാറയാണ്, പാണ്ഡവൻ പാറ എന്ന് പറയും. വലിയൊരു പാറയുണ്ട്, ഇവിടെയാണ് ഭീമസേനൻ ഇരുന്നത്. തെളിവുണ്ടോ എന്ന് ചോദിച്ചേക്കരുത്. കാരണം വനവാസ സമയത്ത് പാണ്ഡവന്മാർ ഈ പാറയിൽ വന്നിരുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ രാമനും കൃഷ്ണനും ഈ ഭാരതം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട് എന്നറിയണം. രാമൻ പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ടുണ്ട്. സീതാദേവി പ്രസവിച്ച സ്ഥലം വയനാട്ടിലാണെന്ന് പറയുന്നുണ്ട്. അവിടെ ലവകുശ ക്ഷേത്രമുണ്ട്. അങ്ങനെ പറയുന്നവരുണ്ട്. സീതാദേവി അന്തർദാനം ചെയ്തത് പ്രയാഗ്രാജിന്റെ തൊട്ടടുത്താണെന്ന് അവർ പറയും. ഹരിദ്വാറിലാണ് ദക്ഷന്റെ യാഗം നടന്നതെന്ന് അവർ പറയും. കൊട്ടിയൂരിലാണ് യാഗം നടന്നത്, അത് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ഈ വൈവിധ്യങ്ങളിൽ ഏകതയെ കണ്ടവരാണ് നമ്മുടെ പൂർവികന്മാരായ ഋഷി പരമ്പര എന്നറിയണം. ഒരുപാട് ഗാനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തുവാനുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പാടുവാനും പറയുവാനുള്ള സമയം പരിമിതമായതുകൊണ്ട് അതിൽ 132 ഒരു ഗാനമുണ്ട്. ശുഭപ്രതീക്ഷയുടെ ഒരു ഗാനമാണ്. ഈ ഭാരതം വീണ്ടും ഒന്നാവണ്ടേ? പാകിസ്ഥാൻ ഭാരതത്തിൽ ലയിക്കുമോ? നമുക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല. പാകിസ്ഥാൻ ബംഗ്ലാദേശൊക്കെ ഭാരതത്തിൽ ലയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. പക്ഷേ ലയിക്കും. അതുകൊണ്ടാണ് 50 കൊല്ലം മുമ്പേ നമ്മൾ പാടി തുടങ്ങിയിട്ടുണ്ട്. കൂരിരുൾ നീങ്ങും പ്രഭാതമാകും, വീണ്ടും ഭാരതമൊന്നാകും, അഖണ്ഡ ഭാരത മാതാ കീ ജയ, ഘോഷം പൊങ്ങും പുനരെങ്ങും, മാനസ കോടികളൊന്നായി ചേർന്നാൽ മാമല പോലും മലരല്ലേ, ദേശപ്രേമം ജ്വലിച്ചുയർന്നാൽ വാരിധി പോലും വരണില്ലേ, രാഷ്ട്രശക്തി തൻ പ്രളയജലത്തിൽ കൃത്രിമ ഭിത്തികൾ തകരില്ലേ, ദുസ്സഹമാമി ദുരന്ത ചിത്രം ദുസ്വപ്നം പോൽ മറയില്ലേ. ഇതാണ് ഉദാത്തമായ കാഴ്ചപ്പാട്. കൂരിരുൾ നീങ്ങും പ്രഭാതമാകും, വീണ്ടും ഭാരതമൊന്നാകും, അഖണ്ഡ ഭാരതമാതാ കീ ജയഘോഷം പൊങ്ങും പുനരെങ്ങും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഹിന്ദുക്കളായ നമ്മൾ എന്ത് ചെയ്യണം? അതുകൂടി സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അതൊരു ഗാനത്തിലൂടെ കവി പാടുകയാണ്. നമിപ്പു ഞങ്ങൾ സന്തതമങ്ങയിലങ്ങു വിളങ്ങിടും, സമത്വ സുന്ദര ഹിന്ദുത്വത്തിൻ ജ്വാലകളുയരുമ്പോ, സമസ്ത ലോകങ്ങളിലും സുഖവും ശാന്തിയുമേകീടാൻ സവിസ്തരം പൂർവികരാം ഋഷിമാർ അരുളിയ തത്വങ്ങൾ ശരിക്കു നിത്യം പ്രാവർത്തികമായി തീർക്കാൻ സശ്രദ്ധം ശ്രമിച്ചിടേണം ഹിന്ദുക്കൾ നാം ഒന്നായി മുന്നേറാം.
പവിത്രമാമീ ആദർശത്തെ ആഴിയിലാട്ടിടാ പരിശ്രമിക്കും പാപികൾ പാടെ പരാജയം നേടും. ആയിരം ആണ്ടുകൾ താണ്ടിയ പുഷ്കല സംസ്കാരം മായുകയിൽ ഇത് ഹിന്ദുത്വത്തിൻ സത്തായി തീർന്നതിനാ ഇതൊന്നുയർന്നു ജ്വലമായി തീരാൻ തവ സേവകർ ഞങ്ങൾ തവ സന്നിധിയിൽ കാത്തുകിടപ്പു കർമ്മം ചെയ്തിടാം. ഉദാത്തമുത്തമ സത്വഗുണാകര ഭാരത മാതാവിൻ കീർത്തിയുയർത്താൻ നമ്മൾക്കിവിടെ ഒന്നായി പ്രാർത്ഥിക്കാം. വടക്കു ഭാരത സംസ്കാരത്തിൻ ഭാസുര സന്ദേശം പതിച്ചുയർത്തു ഈ വാനിൽ പടരും പർവ്വത പങ്ക്തികളും. കിഴക്കുമങ്ങിനെ നിൽക്കും തെക്കും ദിക്കുകളോരോരോ വഴിക്കുമാഴികളാകിയ തോഴികൾ കൈകോർത്തൊന്നായി മുറയ്ക്കു കാവൽ നിൽക്കും നടുവിൽ പച്ചവിരിപ്പിന്മേ ശരിക്കുറക്കമൊഴിച്ചു കിടക്കും ഭാരതമാതാവേ. നമ്മുടെ ഭാരതമാതാവ് ശരിക്കും ഉറക്കമൊഴിച്ച് കിടക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ വിളി കാത്തുകൊണ്ട്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ മണ്ണ്, മനുഷ്യനെ പാപികളെന്നും കാഫിറുകളെന്നും വേർതിരിക്കാതെ ഗൃണ്ണന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്ര എന്ന് പറഞ്ഞ മണ്ണ്, സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖ ഭാഗ് ഭവേദ് എന്ന് പറഞ്ഞ മണ്ണ്, ഗൃണ്ണന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്ര നക്ഷത്രങ്ങളിൽ ജീവനുണ്ടോ എന്നറിയാകാഞ്ഞിട്ടും ഓം ദേവ് ശാന്തി അന്തരീക്ഷം ശാന്തി ശാന്തി ദേവ ശാന്തി എന്ന് പ്രപഞ്ചത്തിനും അതീതമായി കാഴ്ചപ്പാട് വെച്ചു പുലർത്തി എൻ്റെ പവിത്രമായ മണ്ണ് എൻ്റെ ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് ഞാൻ ഈ യജ്ഞവേദിയിൽ നിന്ന് ഈ സപ്താഹയജ്ഞത്തിൽ നുകർന്നു നൽകുന്ന അമൃതത്തെ ഊറ്റിക്കുടിച്ചുകൊണ്ട് വണ്ടുകളായി തേനീച്ചകളായി പറന്നു പോയിട്ട് ഓരോ തേനീച്ചയും മധുവായി ചെന്നുകൊണ്ട് അനേക പരാഗങ്ങൾ നടത്തുന്നത് പോലെ ഈ ഗീതാമൃതം നുകർന്നുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഉദിചൈതന്യ സംപൂജ്യ സ്വാമികൾ നമുക്ക് നൽകുന്ന ആ ഭാഗവതത്തിന്റെ മധുരത്തെ സമസ്ത ലോകത്തിലും എത്തിക്കുവാൻ ഈ സുഗതം ഭാഗവത മഹായജ്ഞവേദിയിൽ അല്പസമയം എനിക്ക് അവസരം നൽകിയ ഈ സംഘാടകന്മാരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ സംഭരിക്കുന്നു. ഭാരത് മാതാ കി ജയ്.